ആ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിരി ഇതിലൊപ്പിട്ടെ. നീ എന്താടാ ഇപ്പൊ കോടതിയിലൊന്നും പോകാത്ത? വീട്ടിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നു? എടാ ഞാനിപ്പോ മൈസ്രേട്ടാവുള്ള ട്രെയിനിങ് പീരീഡിലാ. അതിനെനിക്ക് ശമ്പളം കിട്ടുന്നേ. ഓ അത് ശരി. എന്നാലും 1-2 കേസുകളും കൂടി എടുത്താ അത്രയും കാശ് കൂടുതൽ കിട്ടില്ലേ? അയ്യോടാ എടാ, ഏതെങ്കിലും മൈസ്രേട്ടോ ജഡ്ജോ കേസ് വാദിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഇനി അങ്ങോട്ടെ എനിക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലടാ. ആ അങ്ങനെ ഏതെങ്കിലും കേസ് എടുത്താലേ എന്റെ ജോലി പോവും. അയ്യോ ആടാ. വേണ്ട, ഞാൻ ഒപ്പിടുന്നില്ല. എന്തു പറ്റിയടാ? എനിക്ക് വേറെ വക്കീലിനെ മതി. എടാ നീ എന്തായി പറയുന്നേ? നീ എന്റെ കേസ് വാദിക്കണ്ട, അത്ര തന്നെ. എടാ ഗിരി, പിന്നെ ഇയാൾക്ക് വക്കീലിനെ വിശ്വാസമില്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്ന് സമയം കളയണോ? നാണം കെടാതെ പൊക്കൂടെ? നീ എന്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ഞാൻ ചതിക്കുന്നു എനിക്ക് എങ്ങനെയാ ചിന്തിക്കാൻ തോന്നിയേ? എടാ അത്രയ്ക്കുള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. എടാ കൂട്ടുകാരനായിട്ടല്ല, സ്വന്തം കൂടപ്പറപ്പായിട്ടാണ് നിന്നെ ഞാൻ കണ്ടേ. നിന്നോട് ഞാൻ കാണിച്ച സ്നേഹത്തിന് വിശ്വാസത്തിനുള്ള കൂലി നീ എനിക്ക് തന്നു. തൃപ്തിയായടാ, എനിക്ക് തൃപ്തിയായി. കിരൺ എന്ത് പണിയായി കാണിച്ചത്? നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മുകുന്ദൻ ഗിരേണിനെ ചതിക്കില്ലെന്ന് ഗിരേൺ അറിയില്ലേ? നീ പറഞ്ഞിട്ട് വേണോ അവനെ എനിക്ക് മനസ്സിലാക്കാൻ? നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. അവന്റെ കാര്യം അങ്ങനെയല്ല. പിന്നെന്തിനാ മുകുന്ദനെ ഇങ്ങനെ അപമാനിച്ച് പറഞ്ഞയച്ചത്? അവൻ മജിസ്ട്രേറ്റ് ആവാൻ പോവാ. ഇനി അവൻ വക്കീലായി ഹാജരായാൽ അവന്റെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആവും. അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ പരീക്ഷ പാസ്സായതെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി അവൻ ആ ജോലി നഷ്ടപ്പെടരുത്. ഗിരേൺ ഈ കാരണം മുകുന്ദനോടങ്ങ് പറഞ്ഞ പോരായിരുന്നോ? നിനക്കവനെ ശരിക്കും അറിയാത്തോണ്ടാ. ശരിക്കുള്ള കാരണം പറഞ്ഞ അവൻ ജോലി പോണെങ്കിൽ പോട്ടേന്നും പറഞ്ഞ് കേസ് ഏറ്റെടുക്കേ ഉള്ളൂ. അവന് ഞാൻ കാരണം ഒരു നഷ്ടവും സംഭവിക്കരുത്. നീ എനിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കി വെച്ചാ മതി. തന്നോട് ഞാൻ പറഞ്ഞല്ലേ പ്രതിയായിട്ട് സംസാരിക്കാൻ നിൽക്കരുതെന്ന്? സോറി മാഡം. ഗെറ്റ് ഔട്ട്. ഇന്നത്തെ തന്റെ ഡ്യൂട്ടി മതി. വീട്ടിലേക്ക് പോയിക്കോ. യെസ് മാഡം. മഞ്ജുവിന് ഡ്യൂട്ടി വലുതാന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഇത്രയൊക്കെ കാണിച്ചുകൂട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗിരിയേട്ടനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയത് മഞ്ജു തന്നെയാണെന്നാ കണ്ടുനിന്നവര് പറഞ്ഞത്. ഇത് ജോലിയോടുള്ള ആത്മാർത്ഥതയൊന്നുമല്ല, വെറും ഷോ മാത്രമാ. പണ്ട് മുതലേ അവൾ ആ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ എന്റെ പേരക്കുട്ടി അവളുടെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഞാൻ നിർത്തിയത്. പക്ഷേ ഇപ്പൊ അവളുടെ തോന്നിവാസങ്ങളെല്ലാം അതിന് കടന്നു കഴിഞ്ഞു. അതിന് സംശയമുണ്ടോ? അവള് സ്വന്തം ഭർത്താവിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. സ്വപ്നയെന്ന് പറഞ്ഞതുപോലെ മഞ്ജു മാധവൻ സാറിന്റെ മരണത്തിനുള്ള പ്രതികാരം ചെയ്യായിരിക്കും. അങ്ങനെ എന്റെ മോന്റെ ജീവിതം തകർക്കാന്ന് ആരും കരുതണ്ട. അമ്മേ,
ദേ അവള് വരുന്നുണ്ട്. അമ്മ ഞാൻ എന്റെ മോനെ നീ പോലീസിന് ഒറ്റിക്കൊടുക്കും അല്ലടി? ഞാൻ ഗിരിയേണ്ണെ ഒറ്റിയിട്ടില്ല. അനിത മേഡോ ഗിരിയേണ്ണ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കമ്മീഷണറോട് പറഞ്ഞത്. ഗിരിയേണ്ണെ രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിന്നെ വിശ്വസിച്ചതിന് ഗിരിക്ക് ഇത് തന്നെ വേണം. എന്ത് വേണോന്ന്? ഗിരിയൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പീതാംബരം മരിച്ച സമയത്ത് എവിടെയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞേനെ. പക്ഷേ എന്താ സംഭവിച്ചെന്ന് എന്നിൽ നിന്ന് മറച്ചു വെക്കുക ഗിരിയേട്ടൻ ചെയ്തത്. പീതാംബരം മരിച്ച ദിവസം എന്താണ് ചെയ്തതെന്ന് അറിയ പോലും ചെയ്യാതെ എനിക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയും? നീ ഗിരിയെ രക്ഷിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. കോടതിക്കോ ദൈവത്തിനോ മാത്രമേ ഇനി എന്റെ മോനെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ മുകുന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്നിട്ട് മുകുന്ദൻ ഗിരിയേട്ടനെ വന്ന് കണ്ടു. പക്ഷേ ഗിരിയേട്ടൻ മുകുന്ദനോട് കേസ് ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഈ കേസ് എടുത്താ മുകുന്ദന് മജിസ്ട്രേറ്റ് ആവാൻ പറ്റില്ല. മുകുന്ദന്റെ സ്വപ്നം ഗിരിയേട്ടൻ കാരണം തകരരുതെന്നാ ഗിരിയേട്ടന്റെ ആഗ്രഹം. ഗിരിയേട്ടൻ വേറെ വക്കീലിനെ കേസ് ഏൽപ്പിക്കാന്നാ പറഞ്ഞത്. പ്രീതി, അവനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. ഇല്ലെങ്കിൽ ഇവളുടെ പോലീസുകാർ അവനെ ഇല്ലാതാക്കും. എനിക്ക് പരിചയമുള്ളൊരു വക്കീലുണ്ടമ്മേ, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. അമ്മ ഞാൻ വേണ്ട, നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. നീ മുറിയിലേക്ക് പോകാൻ നോക്ക്. മുകുന്ദൻ തന്നെയാണ് കേസ് വാദിക്കുന്നതെങ്കിൽ സമാധാനായേനെ. മുകുന്ദനെ ഒന്നും കൂടി വിളിച്ച് സംസാരിച്ചു നോക്കിയാലോ? അങ്ങനൊന്നും ചെയ്യരുതമ്മേ. ഗിരിയേട്ടൻ ഒന്നും കാണാതെ ആയിരിക്കില്ല മുകുന്ദനെ വേണ്ടാന്ന് പറഞ്ഞത്.